Vedanta Swami Namaste Saraswate Deve Gauravani Pracharine Nirvishesha Sunyavadi Paschatya Deshatarine Jaya Sri Krishna Chaitanya Prabhu Nityananda Sri Advaita Gadadhara Srivasadi Gaura Bhakta Vrinda Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Rama Rama, Hare Hare. Hari Bol, Hare Krishna. Should I speak to a screen where nobody is available? ആരും കാണാൻ പറ്റുന്നില്ല എനിക്ക്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാം. എല്ലാം വീഡിയോ ഓഫാണ്. ആരുടെ കൂടെ സംസാരിക്കേണ്ടത്? എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്ത് വെക്കാം. കണ്ടെങ്കിലും സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാനും വീഡിയോ ഓഫ് ചെയ്യട്ടെ? Hare Krishna, Prabhu. Hare Krishna, Maharaj. Dandavad Pranam, Maharaj. So, Hare Krishna, Krishna Krishna, Hare Hare. ആരെങ്കിലും ഒന്ന് സംസാരിക്കുമോ? എന്താ ഓഡിയോ എന്തെങ്കിലും കുറച്ച് പ്രോബ്ലമാണ്. കേൾക്കാം മഹാരാജ്. Can't hear you. That's why I was trying to connect through the I'll also put the audio through this. കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? Hare Krishna. Can I ask the questions? I'll put on the phone. Hare Krishna. ഇന്ന് വളരെ മുഖ്യമായിട്ടൊരു ദിവസമാണ്. കൃഷ്ണഭക്തന്മാർക്ക്, കൃഷ്ണഭക്തന്മാര് മാത്രമല്ല, കൃഷ്ണഭക്തന്മാര് അവർക്ക് അറിയും ഇന്ന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ദിവസമാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അറിയാത്ത ആൾക്കാർക്കും ഇന്ന് ഒരു വളരെ മുഖ്യമായിട്ടുള്ള ഒരു ദിവസമാണ്. ഗീതാ ജയന്തി, ഭഗവത്ഗീതയുടെ ജന്മദിനം. ഒരു പുസ്തകത്തിന് ഇങ്ങനെ ജന്മദിനം ഉണ്ടാകാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഈ പുസ്തകം കൃഷ്ണനും ഭഗവത്ഗീതാവുക്കും വ്യത്യാസമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ശാസ്ത്രത്തില്. പത്മപുരാണത്തില് ഭഗവത്ഗീതനെ കുറിച്ച് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. ഭഗവത്ഗീത സ്വയം എൻ്റെ രൂപമാണെന്ന് പറയുന്നു. ഭഗവത്ഗീതയില് എനിക്കിരിക്കുന്ന 5 തലകള് 5 അധ്യായമാണ്, ഫസ്റ്റ് 5 ചാപ്റ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഓരോരോ സൈഡിലെയും 5 കൈകളുണ്ട്. 5 5 10 കൈകൾ. അടുത്ത 10 ചാപ്റ്റർ, അടുത്ത 10 അധ്യായങ്ങളാണ്. 5 തല, 10 കൈകള്, 15 ചാപ്റ്റർ കഴിഞ്ഞു, 15 അധ്യായങ്ങൾ കഴിഞ്ഞു. 16ാമത്തെ അധ്യായം എൻ്റെ വയറാണ്, മൈ സ്റ്റമക്ക്. 16 വയറ്, 17 18 ഭഗവാനുടെ പാദ അംഗ്രികള്. ഇങ്ങനെ ഭഗവാൻ തന്നെ ഭഗവാനുടെ രൂപം, ഭഗവത്ഗീതയുടെ രൂപം കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഭഗവത്ഗീത സ്വയം ഭഗവാൻ തന്നെയാണ്. ഇതായത് കൊണ്ട് നമ്മൾ ഭഗവത്ഗീതാവ് പൂജിക്കാം. ഇന്ന് പല സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോഴ് ഭഗവത്ഗീതനെ ആരതി ചെയ്തു.
സോ ഭഗവത്ഗീതാന് രൂപമുണ്ട് എന്ന് പറഞ്ഞിട്ട് പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങള് ഭഗവത്ഗീത തലഹാണിയായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ഭഗവത്ഗീതാവ് സേവിക്കണം എന്ന് പറഞ്ഞാൽ മഹാരാജ് പറഞ്ഞ പോലെ ദിവസം അതിനെ ഒരു ആരത്തി കാണിച്ച് 2 പൂക്കൾ ഇട്ടാൽ മതി എന്ന് വിചാരിക്കരുത്. ഇതിനൊക്കെ അർത്ഥമുണ്ട്. ഭഗവത്ഗീതാവ് റെസ്പെക്ട് ചെയ്യണം നമ്മൾക്ക്, ഡെഫിനറ്റ് ആയിട്ട്. അത് ഞാൻ പറഞ്ഞ പോലെ തലഹാനിയോ ഇല്ല സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത് സ്വയം ഭഗവാനാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതുമില്ലാതെ ഭഗവത്ഗീത നമ്മൾ പൂജിക്കണം എന്ന് പറഞ്ഞാൽ 2 വിധമായിട്ട് ചെയ്യാം. ഒന്ന് വന്നിട്ട് ഗീതാ ജയന്തി ദിവസത്തിൽ ആക്ച്വൽ ആയിട്ട് ആരത്തി കാണിക്കാം. പക്ഷെ ദിവസം നമ്മൾ കുറച്ച് ഭഗവത്ഗീത തന്നെ വായിച്ചെങ്കിൽ അത് ഏറ്റവും ഉന്നതമായിട്ടുള്ളതും ഇല്ല ഉത്തമമായിട്ടുള്ള പൂജയായിരിക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഗീത സുഗീത കർത്തവ്യ കിം മന്യൈ ശാസ്ത്ര വിസ്തരൈഹി യാ സ്വയം പദ്മനാഭസ്യ മുഖപദ്മ വിനികൃഷ്ട മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ കശ്ചിത് ഗീതാ മൃതസ്നാനം സംസാര മലനാശനം. ദിനേ ദിനേ മലിനേ മോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ. ദിവസം നമ്മൾ കുളിക്കുന്നത്, ശരീരത്തിൽ നമുക്ക് അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ 1, 2, 3 പ്രാവശ്യം കുളിക്കും ആൾക്കാർ. അതുമില്ലാതെ നമുക്ക് ഒരു റീജുവനേഷൻ, ഒരു നല്ല ഫ്രഷ് ആയിട്ട് തോന്നും. അതിനുവേണ്ടി നമ്മൾ കുളിക്കുന്നു. പക്ഷേ ഇവിടെ ശങ്കരാചാര്യ പറയുന്ന ഗീതാ മഹാത്മ്യത്തില് നിങ്ങൾ ദിവസം ഗീത വായിച്ചെങ്കിൽ അത് സംസാര മലമോചനം, ജന്മാന്തരമായിട്ട് ഇരിക്കുന്ന ആ മലം നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ ബോധത്തിലിരിക്കുന്നത്, അത് സംസാര മലനാശനം, അത് നശിച്ചു പോകും ഭഗവത്ഗീത വായിച്ചെങ്കിൽ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ നമ്മൾ ഭഗവത്ഗീതയിലെ പൂജ ചെയ്യണമെന്ന് പറഞ്ഞെങ്കിൽ ദിവസം അത് വായിക്കുക, കുറച്ചെന്തെങ്കിലും വായിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഗീത വന്നിട്ട് ഒരു പേഴ്സണാലിറ്റിയാണ്, വ്യക്തിത്വം ഭഗവത്ഗീതനുണ്ട്. പിന്നെ ഭഗവത്ഗീത നമ്മൾ പൂജിക്കണം, റെസ്പെക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് വായിക്കേണ്ടതാണ്. വായിച്ചാൽ മാത്രം പോരാ. കേരളത്തില് വായിക്കുന്നത് പറഞ്ഞാൽ നിറയെ വായിക്കും എല്ലാവരും. പണ്ഡിതന്മാരാണ്, ബുദ്ധിയുള്ള ആൾക്കാരിലാണ്. പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇംപ്ലിമെന്റേഷൻ അതും നമുക്ക് ചെയ്യേണ്ടി വരും. ഭഗവത്ഗീത ചില പേര് നമ്മൾ ഈ പാൻഡമിക് കോവിഡ് നടക്കുന്നപ്പോ ഞാൻ ഓരോരോ സ്ഥലത്തും ഓൺലൈൻ ഈ 18 ദിവസം 18 അധ്യായങ്ങൾ ഇല്ലെങ്കിൽ ആ ഗീത ഈ ഗീത കോഴ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോ ചിലപ്പോ കുറെ ആൾക്കാർ എൻറോൾ ചെയ്തു. 2000, 3000, 4000 ഉണ്ടായി. പക്ഷെ ഒരു സ്ത്രീ വന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു, ഒരു 2 സെഷൻ കഴിഞ്ഞിട്ട്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ പുസ്തകം ആ ഷെൽഫിൽ ഞാൻ വെച്ചോണ്ടിരുന്നു. എൻ്റെ അമ്മ മേടിച്ചിട്ട് അവിടെ വെച്ചതാ. അത് കഴിഞ്ഞിട്ട് അമ്മ മരിച്ചുപോയി. പക്ഷെ ആ ബുക്ക് ആരും തുറന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിലോട്ട് വെച്ചു, അമ്മയുടെ ബുക്കാണെന്ന് പറഞ്ഞിട്ട്. ഈ കോവിഡ് സമയത്തില് വേല ഒന്നുമില്ല, പുറത്തൊന്നും പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ബുക്ക് എടുത്തു, പുറത്ത് വെച്ചോണ്ടിരുന്നു. ഭഗവത്ഗീത വായിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോവിഡ് സമയത്തില് നിങ്ങൾ ഈ ഭഗവത്ഗീതന്റെ കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര പേടിയായി. ഞാൻ ആ കോഴ്സിൽ എൻറോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സംസാരിക്കുന്നപ്പോ എനിക്ക് ഓർമ്മ വന്നു, ആ പുസ്തകമാണ് ഈ സ്വാമി പറയുന്നത് പറഞ്ഞ ആ പുസ്തകം കയറി മുകളിലോട്ട് കയറി ഞാൻ ആ പുസ്തകം താഴോട്ട് എടുത്തു. പിന്നെ അത് തുറന്ന് വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത്രയും എത്ര വിധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാമി പറയുന്ന പോലെ തന്നെ ഇപ്പോഴാണ് അത് തുറന്നു വായിച്ചു. അതിന്റെ ലേഖക് ആരാണെന്ന് ചോദിച്ചപ്പോ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദൻ എന്ന് പറഞ്ഞു. ആ പുസ്തകം തന്നെ അത് നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റേ 18 ദിവസം ആ സ്ത്രീ ആ കോഴ്സിലിരുന്നു. പിന്നെ 16 റൗണ്ട് ജപം ചെയ്തു, ഒരു ഡിവോട്ടിയായി ഫുള്ളായിട്ട്. ഇത്ര ദിവസം ആ ബുക്ക് ഉണ്ടെന്ന് അറിയും, പക്ഷെ അത് വായിച്ചില്ല. ചില പേര് സരസ്വതി പൂജ എന്ന് പറഞ്ഞിട്ട് ആ ബുക്ക് ഭഗവത്ഗീതാവ് പുറത്തെ എടുത്ത്
വർഷത്തിൽ ഒരു പ്രാവശ്യം നവരാത്രി നടക്കുന്നപ്പോൾ സരസ്വതി പൂജാന് മാത്രം ആ ഭഗവത്ഗീത ഇടും. അത് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് ഷെൽഫിൽ വെക്കും. സരസ്വതി പൂജാന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. ഇത് വായിക്കാൻ വേണ്ടിയിട്ടുള്ള കവറ്, ആ പ്ലാസ്റ്റിക് കവറ് തുറന്നിട്ടില്ല. ആ ഷ്രിങ്ക് പാക്കിംഗ് ഗ്ലാസ് ഉണ്ടല്ലേ, അത് അഴുക്കാണ്ട. പിന്നെ എല്ലാ സരസ്വതി പൂജ ക്ലീൻ ചെയ്യേണ്ടി വരും. അത് പ്ലാസ്റ്റിക് കവർ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തുറക്കാതെ ആ പുസ്തകം അവിടെ വെയിറ്റ് ആ എല്ലാ വർഷവും ഒരു പ്രാവശ്യം പൂജ ചെയ്യുന്നത്. ഇതല്ല പൂജ. ഭഗവത്ഗീത പൂജ എന്ന് പറഞ്ഞാൽ അത് വായിക്കേണ്ടത്, പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ശ്രമിക്കണം, കുറച്ചെന്തെങ്കിലും ഒരു 10%, 20, 25, 30, 40% എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ ജീവിതത്തിൽ, അത് ചെയ്യണം നമ്മൾ. ഇതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഭഗവത്ഗീത കുറച്ചെന്തെങ്കിലും നമ്മൾ വായിച്ചെങ്കിൽ അതിന് കുറേ ബലം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പത്മപുരാണത്തിൽ തന്നെ ഗീതാ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട് ശിവന് പാർവതീനടുത്ത് പലവിധമായിട്ടുള്ള കഥകൾ പറയുന്നത്. ഓരോരോ അധ്യായത്തിനെ കുറിച്ച് ഓരോരോ കഥ ഇഷ്ടം പോലെ. അതിന്റെ മഹാത്മ്യം എന്താണ് ഓരോരോ അധ്യായത്തിൻ്റെ എന്ന് പറയും. അത് ഫുള്ളായിട്ട് ഇപ്പോൾ സംസാരിക്കാൻ നമുക്ക് സമയമില്ല. പക്ഷെ ഓരോരോ അധ്യായത്തിനും മഹിമയുണ്ട്. നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് 18 അധ്യായങ്ങൾ എല്ലാം റിസൈറ്റ് ചെയ്തു. ഇന്ന് ഒരു 2 മണിക്കൂർ ഇരുന്നിട്ട് എല്ലാ ഗീതാ ജയന്തിയും നമ്മൾ ചെയ്യുന്നതാണ്. 18 അധ്യായങ്ങൾ ഫുള്ളായിട്ട് 2 മണിക്കൂർ ഫുള്ളായിട്ട് ഇരുന്ന് പല ഡിവോട്ടീസ് എല്ലാവരും ചേർന്നിട്ട് നമ്മൾ ചെയ്തു. ഇത് വലിയ ഒരു പൂജയാണ്, വർഷിപ്പാണ് ഇന്ന് ചെയ്യുന്നത്. ഭഗവത്ഗീത ചില പേർക്ക് വായിക്കാൻ പറ്റും, ചില പേർക്ക് ആ ശ്ലോകങ്ങളൊക്കെ പറയാൻ പറ്റും, ചില പേർക്ക് പറയാൻ സാധിക്കില്ല. കുഴപ്പമില്ല, എന്തെങ്കിലും ഭഗവത്ഗീതയിലിരുന്ന് മനസ്സിലായി ആ കാര്യം നമ്മൾ ചെയ്താൽ മതി. ഭഗവത്ഗീതയിൽ ഉത്തമമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആരാ, ഭഗവാൻ ആരാണ്, ഈ ഭൗതിക ലോകം എന്താണ്, എനിക്കും ഭഗവാനുക്കും ഈ ഭൗതിക ലോകത്തിനും എനിക്കും ഈ ഭൗതിക ലോകത്തിനും എന്താ സംബന്ധം. അതായത് ഭഗവത്ഗീത സംബന്ധജ്ഞാനമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഈ ജീവിതം എന്താണ്, ഭഗവാൻ ആരാണ്, ഞാൻ ആരാണ്, ഈ ഉലകം, ഈ ലോകം എന്താണെന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് അർജുനനുണ്ട്. വളരെ ABCD ഓഫ് സ്പിരിച്വൽ ലൈഫ് എന്ന് പറഞ്ഞു പ്രഭുപാദ്. നമ്മുടെ സ്ഥാപകാചാര്യൻ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പറഞ്ഞു ഭഗവത്ഗീത ഇസ് ദി ABCD ഓഫ് സ്പിരിച്വൽ ലൈഫ്. ഭാഗവതം വന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡി എന്ന് പറഞ്ഞു. ചൈതന്യ ചരിതാമൃത PhD എന്ന് പറഞ്ഞു. ABCD എന്ന് പറഞ്ഞാൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് പോലെ. അതാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ ഭഗവത്ഗീത ഓരോരോ അധ്യായം അതിൻ്റെ മഹിമ ഒക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ബേസിക് ആയിട്ട് ഭഗവത്ഗീതയുടെ സിമ്പിൾ ആയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ എന്താണെന്ന് പറയാം. തെറ്റായിട്ടുള്ള വിചാരം, എസ്പെഷ്യലി കേരളത്തില് ഹിന്ദുക്കള് പല പേര് ഭഗവത്ഗീത വായിച്ചെങ്കിൽ അവരെ ബ്രഹ്മസത്യം ജഗൻ മിഥ്യ എന്ന് പറയും. ഒന്ന്, ഈ ജഗൻ മിഥ്യമാണ്, ദിസ് വേൾഡ് ഈസ് ഫാൾസ്. ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ സത്യം. ആ ബ്രഹ്മൻ ആരാണ്? സഗുണ ബ്രഹ്മനായിട്ട് ആ ബ്രഹ്മൻ വന്നിരിക്കുന്നത് ആരാണ്? കൃഷ്ണനാണ്. ആ ബ്രഹ്മൻ ഈ ഭൗതിക ലോകത്തില് സൃഷ്ടിയായ ഒരു മനുഷ്യന് പോലെ വരും. അതാണ് കൃഷ്ണൻ. അത് പെർമനന്റ് അല്ല. കൃഷ്ണന്റെ രൂപം നിത്യമാണ്. ഈ ലോകം പോലെ ജഗൻ മിഥ്യ എന്ന് പറയുന്നില്ലേ. അപ്പോ ആ കൃഷ്ണന്റെ രൂപം ഇല്ല, അത് ബ്രഹ്മനാണ്. പരബ്രഹ്മൻ എന്ന് പറയുന്നത് കൃഷ്ണനുടെ നിത്യമായിട്ടുള്ള രൂപമാണ്, ബ്രഹ്മനുടെ നിത്യമായിട്ടുള്ള രൂപമാണ്. ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഞാനും ബ്രഹ്മനാണ്, അഹം ബ്രഹ്മാസ്മി. ഈ ബ്രഹ്മനിൽ ഞാൻ ലൈക്യമാവും. ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ സത്യം. സർവ സ്ഥലത്തിലും എല്ലാ സ്ഥലത്തിലും ബ്രഹ്മൻ മാത്രമേ ഉള്ളൂ സത്യം. മറ്റതെല്ലാം നിത്യമാണ്.
ഭഗവാനും ആ ശരീരത്തിൽ വരുന്നപ്പോൾ അത് നിത്യമാണ്. ഇതിനെ നേരെ വിപരീതമായിട്ടാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഹിന്ദുക്കൾ എല്ലാവരും ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു വലിയ തെറ്റാ. ഞാന് ബ്രഹ്മനാണ്, പക്ഷെ ഞാന് പരബ്രഹ്മനല്ല. അത് പറഞ്ഞു കൊടുക്കുന്ന കൃഷ്ണൻ ഭഗവത്ഗീതയില്. ഭഗവാൻ കൃഷ്ണൻ, ഭഗവാനുടെ രൂപം നിത്യമാണ്. ആ രൂപത്തിനെ കുറിച്ച് പല പേര് സംസാരിച്ചിരിക്കുന്നു, പല സ്ഥലത്തില്. ആ സൗന്ദര്യമായിട്ടുള്ള രൂപത്തിനെ കുറിച്ച്, അത് ശാശ്വതമായിട്ടുള്ള രൂപമാണ്, സച്ചിത്താനന്ദ രൂപമാണ്. ഇതിനെക്കുറിച്ച് പലതും പല സ്ഥലത്തിൽ പറഞ്ഞിരുന്നു. ഭഗവാനുടെ രൂപം സത്യമാണ്, നിത്യമാണ്, ശാശ്വതമാണ്. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഈ ജഗൻ മിഥ്യം എന്ന് പറഞ്ഞാൽ അതും തെറ്റാണ്. മിഥ്യമല്ല, പക്ഷെ ടെമ്പററി ആണ്. ഇതാണ് ഭഗവത്ഗീതയുടെ ടീച്ചിങ്സിൽ പറഞ്ഞിരിക്കുന്നത്, ഉപദേശങ്ങളിൽ. ഈ മൂന്ന് തെറ്റ്. ഒന്ന്, ഞാൻ ആ ബ്രഹ്മനാണ്, അഹം ബ്രഹ്മാസ്മി എന്ന് വിചാരിച്ചുകൊണ്ട്. അല്ല. ആ ശ്ലോകം 2.11 2.12 അതിലെ ഫസ്റ്റ് ഭഗവത്ഗീത ആരംഭിക്കുന്നപ്പോ ഭഗവാൻ അതാണ് പറഞ്ഞത്. നത്വമേവാഹം ജാതുനാശം നത്വം നേമേ ജനാധിപ നച്ചൈവ ഭവിഷ്യാമഹ സർവേവായം അതപരം. വ്യക്തിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ഭഗവാനും ഉണ്ട്, നമുക്കും ഉണ്ട്. പക്ഷെ ഭഗവാൻ പരബ്രഹ്മനാണ്. ഭഗവാനുടെ ശക്തി, പരാശയ ശക്തി വിവിധൈവ ശ്രൂയത്തെ, ശക്തിമാൻ. അതേപോലെ നമുക്ക് ആ ശക്തി ഇല്ല. നമ്മൾ ബദ്ധജീവനാണ്. നമ്മളും ഭഗവാനും ഒരു വിധത്തിൽ ഒന്നാണ്. നമ്മൾ രണ്ടുപേരും ആത്മീയമായിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്. പക്ഷെ ഭഗവാൻ പരബ്രഹ്മൻ. ഭഗവാനുടെ ശക്തി ഭയങ്കര ശക്തിയാണ്. അത് 11ാമത്തെ അധ്യായത്തില് 10ാമത്തെ അധ്യായത്തില് വൈഭവ യോഗം, കൃഷ്ണന്റെ വൈഭവം, അതിനെക്കുറിച്ച് കൃഷ്ണൻ പറയുന്നുണ്ട്. അവിടെ പറയുന്നു, അഥവാ ബഹുനൈതേന കിഞ്ജാതേന തവാർജുന ദൃഷ്ടവ്യാഹമിദം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്ത്. ഏക അംശേന സ്ഥിതോ ജഗത്ത്. ഈ ജഗത്ത് ഫുള്ളായിട്ട് ഒരു ചെറിയ അംശമാണ് എൻ്റെ ശക്തിയുടെ അംശം. അത് വെച്ചുകൊണ്ടാണ് ഇത് സൃഷ്ടി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭഗവാനുടെ പൂർത്തിയായിട്ടുള്ള ശക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ഭഗവാൻ പറയുന്ന അർജുനനടുത്ത്. പിന്നെ ആ സമയത്തില് അർജുനൻ ചോദിച്ചപ്പോ വിശ്വരൂപം കാണിച്ചു. ഭഗവാനുടെ ശക്തികളൊക്കെ അതൊക്കെ കാണണം എന്ന് പറഞ്ഞപ്പോ വിശ്വരൂപം കാണിച്ചു. ആ വിശ്വരൂപം കാണാൻ പറ്റാതെ അർജുനന് പേടിച്ചുകൊണ്ട്, വേണ്ട എനിക്കിത് കാണണ്ട, ആ ദിവ്യമായിട്ടുള്ള 4 കൈ ഇരിക്കുന്ന പരമപുരുഷൻ നാരായണന്റെ ഒരു രൂപമാണ് എനിക്ക് കാണേണ്ടതെന്ന് പറഞ്ഞപ്പോ ഭഗവാന് ബ്രീഫായിട്ട് 4 ചതുർഭുജ രൂപം കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 കൈ വെച്ചുകൊണ്ട് നോർമലായിട്ട് കയ്യിലൊരു ഫ്ലൂട്ടും വെച്ചുകൊണ്ടുള്ള രൂപം കാണിക്കുന്നപ്പോ ഭഗവാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ നിത്യമായിട്ടുള്ള ഒറിജിനൽ രൂപം. ഇത് കാണാൻ വേണ്ടി ദേവന്മാരെല്ലാം ആകർഷിക്കുന്നു. വിചാരിക്കുന്നു ഇന്ന് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവര് കാത്തുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. സുദുർദർശനം, ഇത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ദർശനമാണ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഭക്തോസിമേ സഖാ ചേത്തി, നിങ്ങൾ എൻ്റെ ഭക്തന് മാത്രമല്ല, നിങ്ങൾ എൻ്റെ സഖാ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാനിത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഭഗവാനുടെ രൂപം നിത്യമാണ്. ഭഗവാൻ ഒരു വ്യക്തിയാണ്. ഭഗവാനുടെ ശക്തികൾ പലതുമുണ്ട്. ആ ശക്തികളിന് താഴെ, ഭൗതിക ശക്തിന്റെ താഴെ, മായാശക്തിന് താഴെ നമ്മളാണ് ഈ ബദ്ധജീവനായിട്ട് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് മുക്തി കിട്ടി, നമുക്ക് ഭഗവാനടുത്ത് തിരിച്ചു പോകാൻ പറ്റും. അതാണ് നമ്മളുടെ ഒറിജിനൽ സ്വരൂപം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഭഗവത്ഗീതയിൽ സ്പഷ്ടമായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. ഫിലോസഫി, തിയോളജി എല്ലാം കറക്റ്റ് ആയിട്ട്, സയൻസ് ആയിട്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോ ഇതെല്ലാം ഭക്തന്മാര് മനസ്സിലാക്കാൻ സാധിക്കും. മദ്ഭക്തായോ പപദ്യതേ, അതും പറയുന്നു ഭഗവാൻ. ഞാൻ പറയുന്ന ഈ സയൻസ് 13ാമത്തെ അധ്യായത്തിലെ മദ്ഭക്ത ഭാവോപപദ്യതേ,
എൻ്റെ ഭക്തനുക്ക് ഞാൻ ഇത് പറയുന്ന സയൻസ് പറയുന്നത് മെറ്റീരിയൽ സയൻസ്, ജഡ സയൻസ്, അതിനെ കുറിച്ച് എൻ്റെ ഭക്തന്മാര് വളരെ എളുപ്പമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ള ആൾക്കാർക്ക് മനസ്സിലാവില്ല അത്ര ഈസി ആയിട്ട് എന്ന് പറയുന്നുണ്ട്. ഭക്തിയാമാം അഭിജാനാതി, ഭക്തി വഴിയായിട്ട് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും, ഭഗവത്ഗീതാവ് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ കുറിച്ച് ചൈതന്യ ചരിതാമൃതത്തിൽ ഒരു ചെറിയ കഥ അത് നിങ്ങൾ കേട്ടിരിക്കും. ഒരു അനാഥ്, അച്ഛന് മരിച്ചുപോയി. അദ്ദേഹത്തിന് ആ പയ്യനെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ അദ്ദേഹം ജ്യോതിഷനടുത്ത് പോയി. ഫാമിലി ജ്യോതിഷനടുത്ത് ജാതകമൊക്കെ കാണിച്ചു. അപ്പൊ ജ്യോതിഷൻ പറഞ്ഞു, ഭഗവാൻ നിങ്ങളുടെ അച്ഛൻ നിങ്ങൾ വിട്ടിട്ട് പോയി, പക്ഷെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനമൊക്കെ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ഒരു വലിയ നിധി നിങ്ങൾക്ക് വേണ്ടി വിട്ടുകൊണ്ട് അവിടെ പോയിരിക്കുന്നത്. വീട്ടിലാണ് ആ നിധി ഉണ്ട്. ആ നിധിനെ സൗത്ത് സൈഡിൽ നിന്ന് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ കിട്ടൂല, വെസ്റ്റ് സൈഡിൽ ഇരുന്ന് കിട്ടൂല, നോർത്തിൽ ഇരുന്ന് കിട്ടൂല എന്ന് പറഞ്ഞപ്പോ ആ പയ്യൻ ചോദിക്കുന്നത് പിന്നെ എവിടെ നിന്ന് കിട്ടും ചോദിക്കുന്നപ്പോ ഈസ്റ്റ് സൈഡിൽ നിന്ന് പോയാൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് അയാള് എങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞു. ഈ കഥ അവിടെ അവസാനമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥയിലെ എന്താ അർത്ഥം, ഇത് എന്താണെന്ന് ചോദിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ചൈതന്യ ചരിതാമൃതാല ഈ കഥയിൽ നിന്ന് കൂടുതൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഭഗവത്ഗീത നമ്മൾ അപ്രോച്ച് ചെയ്യുന്നപ്പോ അത് സൗത്ത് സൈഡിലിരുന്ന് നമ്മൾ അപ്രോച്ച് ചെയ്ത, വാട്ട് യു സേ ഫോർ സൗത്ത്, ഐ ഓൾവേസ് മിക്സ് ഇറ്റ് അപ്പ്. എനിവേ, സൗത്ത് സൈഡിൽ നിന്ന് നമ്മൾ പോയാൽ അവിടെ ഈ എന്താ പറയും, തമിഴിലെ കുഴവി എന്ന് പറയും, മലയാളത്തിലെ കുഴവിയാണോ പറയുന്നത്, വാസ്പ്, ഡ്രോൺസ് അതെല്ലാം വന്നിട്ട് നിങ്ങളെ കടിക്കുന്നില്ല, കടന്നല്ല അങ്ങോട്ട് പോകാൻ പ്രോഗ്രസ് ഉണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റില്. വെസ്റ്റ് സൈഡില്, പടിഞ്ഞാറ് സൈഡിൽ നിന്ന് പോയാൽ അവിടെ ഒരു ബ്രഹ്മരാക്ഷസനുണ്ട്, അതേ നിങ്ങൾ വിടൂല. നോർത്ത് സൈഡിൽ നിന്ന് പോയാൽ അവിടെ ഒരു ഭയങ്കര പാമ്പുണ്ട്, പാമ്പ് കൊട്ടും, അവിടെ നിന്ന് കയറാൻ സാധിക്കില്ല. ഇങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, സൗത്ത് സൈഡിൽ ഇരുന്ന് പോയ ഈ കർമ്മമാർഗത്തിൽ നിങ്ങൾ പോയെങ്കിൽ ഭഗവത്ഗീത മനസ്സിലാവില്ല. വെസ്റ്റ് സൈഡിൽ നിന്ന് ജ്ഞാനമാർഗത്തിൽ നിന്ന് പോയെങ്കിൽ ഭഗവത്ഗീത മനസ്സിലാവില്ല. നോർത്ത് സൈഡിൽ എന്ന് പറയുന്ന യോഗമാർഗത്തിൽ പോയാൽ ഭഗവത്ഗീത മനസ്സിലാവില്ല, കിട്ടൂല. ഈസ്റ്റ് സൈഡിൽ നിന്ന് ഭക്തി മാർഗത്തിൽ പോയാൽ നിങ്ങൾക്ക് ഭഗവത്ഗീത മനസ്സിലാവും. ഇതാണ് അതിന്റെ അർത്ഥം ആ ജ്യോതിഷൻ പറഞ്ഞത്. അപ്പോ ആ വലിയ നിധി എന്താണ്? ഭഗവത്ഗീത ആണ് ആ നിധി. അച്ഛന് പറഞ്ഞ ഭഗവാനാണ്. പിതാഹമസ്യ ജഗതോ മാതാ ദാതാ പിതാമഹ. എന്നെ അച്ഛനെ കാണാൻ പറ്റില്ല, എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഭഗവത്ഗീത അർജുനന് മാത്രം സംസാരിച്ചിട്ട് പോയി, എനിക്ക് കേൾക്കണ്ടേ ആ സംസാരം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട. ആ ഭഗവത്ഗീത എപ്പോഴും തന്നെ ഉണ്ട്. അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈസ്റ്റ് സൈഡിൽ നിന്ന് പറഞ്ഞ ഭക്തി മാർഗത്തിൽ നമ്മൾ നോക്കിയെങ്കിൽ അത് കിട്ടും. അതാണ് പറഞ്ഞിട്ടില്ല. ഇപ്പോ അതാണ് നമ്മള് ചൈതന്യ മഹാപ്രഭു പറഞ്ഞ പോലെ ഞങ്ങള് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമ്മൾ ഹരിനാമ സങ്കീർത്തനം ചെയ്യുന്നുണ്ട്. ആ ഹരിനാമ സങ്കീർത്തനം നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സ്, നമ്മുടെ ബോധം എല്ലാം കുറച്ച് നിർമ്മലമായി നമുക്ക് ആ ഭഗവത്ഗീതന്റെ കാര്യം വളരെ എളുപ്പമായിട്ട് മനസ്സിലാവും. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം ചൈതന്യ മഹാപ്രഭു സ്വയം കൃഷ്ണൻ തന്നെ വീണ്ടും ഭഗവത്ഗീതന്റെ അർത്ഥം പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്നത് ആ ചൈതന്യ മഹാപ്രഭു, ആ കൃഷ്ണൻ തന്നെ ചൈതന്യ മഹാപ്രഭു ആയിട്ട് വന്ന് നമുക്ക് ഈ സുലഭമായിട്ടുള്ള മാർഗം, ഹരിനാമ സങ്കീർത്തനത്തിന്റെ മാർഗം പറഞ്ഞിട്ടുണ്ട്. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ഈ ഭഗവത്ഗീത ഉലകം മുഴുവനും 57 ഭാഷകളിൽ നമ്മൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്, 87 ലാംഗ്വേജസ്. അതുമില്ലാതെ ഹരിനാമ സങ്കീർത്തനം, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാൻ വേണ്ടിയിട്ടും ഹരിനാമ സങ്കീർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാവരുടെ അടുത്തും ഇത് പറഞ്ഞിരിക്കുന്നു.
ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭഗവത്ഗീത. പവർ ഓഫ് ദ ഹോളി നെയിം, ഈ നാമത്തിന്റെ മഹിമയായത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഷോർട്ട് കട്ടാണ് ഇത്. ഭഗവത്ഗീത നമുക്ക് മനസ്സിലായി കഴിഞ്ഞെങ്കിൽ ബേസിക്സ് ഒക്കെ നമുക്ക് ഭഗവതം ഭാഗവതം നന്നായിട്ട് മനസ്സിലാവും. ഇതൊക്കെയാണ് നമ്മുടെ രീതി, നമ്മുടെ പ്രോസസ് അതാണ്. സോ ഭഗവത്ഗീതയുടെ മാർഗത്തിൽ നമ്മൾ പലതും ചെയ്യാൻ സാധിക്കും. ചില പേര് ശ്ലോകങ്ങൾ മാത്രം പഠിക്കും, ചില പേർക്ക് ശ്ലോകം ചാൻറ്റിങ് വളരെ ഇഷ്ടമാണ്, ചില പേർക്ക് വന്നിട്ട് അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാവുന്നില്ല എന്ന് പറയും. ചില പേര് കർമ്മമാർഗത്തിൽ അത് ഓരോന്നും എക്സ്പ്ലനേഷൻ കൊടുക്കും, ജ്ഞാനമാർഗത്തിൽ അവർ കൊടുക്കും, അവർ യോഗമാർഗത്തിൽ കൊടുക്കും. പക്ഷെ അവർക്ക് അകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആക്ച്വലായിട്ട് കൃഷ്ണൻ എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഒരു ഭക്തന് മാത്രമേ ഉള്ളൂ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരു ശുദ്ധഭക്തൻ, ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പോലെ ഒരു ശുദ്ധഭക്തൻ അത് നമുക്ക് കാണിക്കാൻ പറ്റും. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല തിയറി ഒക്കെ എനിക്ക് അറിഞ്ഞു, ഭക്തി മാർഗമാണ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ കാലത്തില്, ഈ സങ്കടത്തിൽ എങ്ങനെ ചെയ്യുന്നത്. ഹരിനാമ സങ്കീർത്തനം, DT വർഷിപ്പ്, ഭഗവാനെ പൂജിക്കാൻ, നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് സിസ്റ്റം ആക്കിയിരിക്കുന്ന ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ്. ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ്സിലെ എല്ലാവർക്കും നമുക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. അതും ഇല്ലാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുത്താൽ ഭയങ്കര ബെനിഫിറ്റ് കിട്ടും. വേഗം ആക്സലറേറ്റ് ആവും നമ്മുടെ പ്രോഗ്രസ്. അതിനെക്കുറിച്ചും ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. നച തസ്മാൻ മനുഷ്യേഷു കശ്ചിന്മേ പ്രിയകൃത്തമഃ ഭവിത നചമേ തസ്മാൻ അന്യ പ്രിയതരോ ഭുവി. ഈ ഭുവനത്തില് അങ്ങനെ പോലെ ഒരു പ്രിയപ്പെട്ട ഭക്തൻ വേറെ ആരും ഇല്ല എനിക്ക് എന്ന് പറയുന്ന ഭഗവാൻ. ഇങ്ങനെ പോലെ പ്രിയപ്പെട്ട ഭക്തൻ ഈ കാര്യങ്ങൾ, ഈ ഉപദേശങ്ങൾ, അർജുനക്ക് ഞാൻ കൊടുത്ത ഈ ഭഗവത്ഗീത ഉപദേശങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക്, മറ്റുള്ള ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആള്, ഒരു പ്രചാരകൻ, ഈ ഭഗവത്ഗീതന്റെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ പ്രചാരകന് പോലെ പ്രിയപ്പെട്ട ഭക്തൻ വേറെ ആരും ഇല്ല. ഈ ഭുവനത്തിൽ അങ്ങനെ പോലെ ഒരാളില്ല എന്ന് പറയുന്ന ഭഗവാൻ 18ാമത്തെ അധ്യായത്തില്. അപ്പോൾ പ്രചാരം ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് ഭഗവാൻ കൃഷ്ണന് വേണ്ടിയിട്ട് എത്ര പ്രിയപ്പെട്ട ഒരു ഭക്തനായിരിക്കും. 87 ഭാഷകളില് നമ്മൾ തർജ്ജമം ചെയ്തിട്ട് ഇപ്പോഴ് പ്രഭുപാദ് പറഞ്ഞ പോലെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മൾ ഓരോരോ സ്ഥലത്തിലും. കോടിക്കണക്കാണ് പുസ്തകങ്ങള് ഭഗവത്ഗീത കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓരോരോ സ്ഥലത്തിലേയും. എത്ര ഒരു വലിയ കാര്യം ഭഗവാൻ പ്രഭുപാദ് വന്നിട്ട് ഈ ഹ്യൂമാനിറ്റീനെ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ എത്ര പ്രിയപ്പെട്ട ഭക്തനായിരിക്കും പ്രഭുപാദ്. അപ്പൊ പ്രഭുപാദ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്താൽ മതി. ഭഗവാനൊക്കെ നമ്മൾ പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറാം നമുക്ക്. പ്രഭുപാദ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ദിവസം 16 റൗണ്ട് ജപം ചെയ്യൂ, ദിവസം ഭഗവത്ഗീത ഭാഗവതമൊക്കെ വായിക്കൂ, ഭഗവാൻ കൃഷ്ണനെ പൂജ ചെയ്യൂ, ഭക്തന്മാരുടെ സംഘത്തിൽ ഇരിക്കൂ. ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ അവസാനം മരണം ആകുന്നപ്പോ നേരെ എൻ്റെ അടുത്ത് തിരിച്ചു വരാം, ബാക്ക് ടു ഗോഡ് ഹെഡ് എന്ന് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നു ഈ കാര്യം. സോ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ആൾക്ക് വലിയ പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. സംസ്കൃതം അറിയില്ല, കുഴപ്പമില്ല. ബ്രാഹ്മണ കുലത്തിൽ ഞാൻ ജനിച്ചിട്ടില്ല, കുഴപ്പമില്ല. എനിക്ക് ഒന്നും അറിയില്ല, കുഴപ്പമില്ല. വായ തുറന്നിങ്ങനെ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നാവിൽ നിന്ന് പുറത്തു വന്ന പിന്നെ ഭഗവത്ഗീത കുറച്ച് വായിച്ച നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു സ്ഥിതി കിട്ടും. ഇതാണ് ഗ്യാരണ്ടി, ഭഗവത്ഗീതയുടെ ഗ്യാരണ്ടി. അപ്പൊ ഈ കലിയുഗത്തില് ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് മനുഷ്യന്മാരിന് വേണ്ടിയിട്ട് ഒരു വലിയ ഒരു സഹായം ചെയ്തിരിക്കുന്ന ഈ ഭഗവത്ഗീത എല്ലാവർക്കും കൊടുത്ത് സുലഭമായിട്ട് ഉള്ള എക്സ്പ്ലനേഷൻ, വളരെ കൺഫ്യൂസിങ് ഇല്ലാതെ ഈ ബേസിക്സ് മാത്രം ശരിയാക്കിയാൽ മതി. ഞാന് ഭഗവാനല്ല, ഞാൻ പരബ്രഹ്മനല്ല, ഞാൻ ബ്രഹ്മൻ ആയിരിക്കാം. ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ഞാനും ഭഗവാനും ആത്മീയമായിട്ടുള്ള ഒരു വ്യക്തികളാണ്. അത് കറക്റ്റാണ്.
പക്ഷെ ഭഗവാനുക്കും എനിക്കും അജഗജാന്തര വ്യത്യാസമുണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഭഗവാൻ സർവശക്തിമാനാണ്, ഞാന് ബദ്ധജീവനാണ്. ഇപ്പൊ പ്രഭുപാദ് പറഞ്ഞു ഈ രണ്ടും സെയിം ആണ്. എനിക്കും ഭഗവാനും വ്യത്യാസവുമുണ്ട്, എനിക്കും ഭഗവാനുക്കും പൊരുത്തമുണ്ട് എന്ന് പറഞ്ഞാൽ സെയിംനെസ് ഉണ്ട്. സൈമിൾട്ടേനിയസ് വൺനെസ് ആൻഡ് ഡിഫറൻസ്, അചിന്ത്യ ഭേദ ആഭേദ തത്വം എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ തത്വം. ഇത് നമുക്ക് മനസ്സിലാക്കണം. രണ്ടാമത്തത്, ഈ ഭൗതിക ലോകം ഭഗവാനിന്റെ താഴെ മായാശക്തിന്റെ താഴെയാണ്. മയാധ്യക്ഷേന പ്രകൃതി സൂയത്തെ സാചരാചരം. ആ മായാശക്തി ഭഗവാനിന്റെ മുകളില് അതിന് ശക്തിയില്ല. ഭഗവാൻ മായയുടെ ശക്തിമാനാണ്. അങ്ങനെയാണ് മയാധ്യക്ഷേന പ്രകൃതി. ഈ പ്രകൃതി എന്റെ ശക്തിയാണെന്ന് പറയുന്നത്. അതായത് കൊണ്ട് കൃഷ്ണ ക്യാൻ നെവർ ബി ഓവർകം ബൈ മായാശക്തി. അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാര് മായാവാദികളാണ് എന്ന് പറയുന്നത്. അത് വെച്ചാൽ ഭഗവാനുടെ മായാശക്തി ഭഗവാനെ തന്നെ കൺട്രോൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമില്ല. അവരെ മായാവാദികൾ എന്ന് പറയും. വാദം, അവർക്ക് മായാവാദം. അവര് പറയുന്നത് തന്നെ മായ ആണ്. അങ്ങനെ മൂന്നാമത്തത്, ഈ ഭൗതിക ലോകത്തിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടാൻ പറ്റും. നമ്മൾ ഈ ലോകത്തിലെ ആണ് എൻ്റെ ജീവിതം ശാശ്വതമായിട്ട് വിചാരിക്കുന്നത് തെറ്റാ. ആത്മീയമായിട്ടുള്ള ലോകങ്ങളുണ്ട്, അവിടെയാണ് നമ്മുടെ വാസ്തവമായിട്ടുള്ള സ്ഥലം. നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് യദ്ഗത്വനാ നിവർത്തന്തെ തദ്ധാമം പരമം മമ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്ന ആ ലോകത്തിനെ കുറിച്ച്. അവിനാശി തദ്വിധി, ആ ലോകത്തിന് വിനാശം ഇല്ല. റൈറ്റ്? വ്യക്തം അവ്യക്തം വ്യക്തിമാപന്നം എന്ന് പറഞ്ഞിട്ട് അത് അവ്യക്തമാണ്, ഇവിടെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഇങ്ങനെ സൃഷ്ടി ചെയ്തിരിക്കുന്ന പോലെ അല്ല ആ ആത്മീയമായിട്ടുള്ള ലോകം എന്ന് പറഞ്ഞിട്ട് ആത്മീയമായിട്ടുള്ള ലോകത്തിനെ കുറിച്ച് പലതും പറഞ്ഞിരിക്കുന്നു ഭഗവത്ഗീതയില്. ഈ കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് കൊണ്ട് ഐ കനോട്ട് ബിക്കം ഗോഡ് ബട്ട് ഐ ക്യാൻ ബിക്കം ഗോഡ്ലി എന്ന് പറഞ്ഞു പ്രഭുപാദ്. എനിക്ക് ഭഗവാനാകാൻ പറ്റില്ല, പക്ഷെ ഭഗവാന്റെ സേവകനായിട്ട് മാറാൻ പറ്റും. അതാണ് എൻ്റെ സ്വരൂപം, ഒറിജിനൽ പൊസിഷൻ. ഇത് വെച്ചുകൊണ്ട്, ഈ തത്വങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഭഗവത്ഗീത വായിക്കാൻ പറ്റും. ഭഗവത്ഗീത കുറച്ച് എന്തെങ്കിലും വായിച്ചെങ്കിലും, ഒരു ശ്ലോകം അല്ലെങ്കിൽ അര ശ്ലോകം പറഞ്ഞെങ്കിലും അതിന് ഭയങ്കര പവർസാണ്. അതിനെക്കുറിച്ച് ഒരു ചെറിയ കഥ ഞാൻ പറയാം. പുരാണത്തിലിരുന്ന്, പത്മപുരാണത്തിലിരുന്ന് ആ കഥ ഞാൻ പറയാം. ഒന്നാമത്തത്, ആദ്യം ഫസ്റ്റ് ചാപ്റ്റർ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ശിവൻ വന്നിട്ട് പാർവതിനടുത്ത് ഈ ഗീതാ മഹാത്മ്യം 18 അധ്യായത്തിന് ഓരോരോ അധ്യായത്തിന്റെ മഹിമയും പറഞ്ഞു കൊടുക്കുന്നു. ഈ കഥകളെല്ലാം പത്മപുരാണത്തിലുണ്ട്, ഗീതാ മഹാത്മ്യം എന്ന് പറഞ്ഞിട്ട്. സോ ശിവന് പറയുന്നുണ്ട്, ആദ്യമായിട്ടുള്ള ഫസ്റ്റ് അധ്യായത്തിന്റെ കഥ. സുശർമ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ജനിച്ചത് ബ്രാഹ്മണനാണ്, പക്ഷെ അദ്ദേഹം വളരെ ക്രൂരനായിട്ട് മാറി. സംഘം ശരീരാതെ സഹവാസ ദോഷത്തിന്റെ കൊണ്ട് അയാള് ഒരു ക്രൂരനായിട്ട് മാറി. ഒരു കപടൻ, ശാസ്ത്രം ഗീസ്ത്രം ഒന്നും പഠിക്കാതെ അയാള് വേശ്യ കൂടെ പോവും, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. വളരെ പാപികമായിട്ട് ഒരു ജീവിതം. പിന്നെ അയാൾ മരിച്ചുപോയി. ഒരു ദിവസം പാമ്പ് കടിച്ച് മരിച്ചുപോയി. അടുത്ത ജന്മം അദ്ദേഹത്തിന് ഒരു കാളയായിട്ട് ജനിച്ചു. കറക്റ്റാ? കാളയെന്ന് മനസ്സിലറിയല്ലോ. വാട്ട് യു സേ ഫോർ കാളയല്ലേ? കറക്റ്റ്, യാ, ബുൾ, ബോൺ ആസ് എ ബുൾ. സോ ആ ജീവിതത്തില് അയാള് മേടിച്ചു, ഒരു ഫാമിലിരുന്ന്. പിന്നെ അയാളിന് ഭയങ്കര ചുമ, ലോഡ് ഗുഡ്സ് ഇട്ടു. അയാൾ പല വർഷങ്ങൾ ആ കാളെ അയാളത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു. അവസാനം ഒരു ദിവസം വയസ്സായി, ആ ലോഡൊക്കെ ചുമ എടുക്കാൻ സാധിക്കാതെ ഒരു ദിവസം റോഡിൽ ഇങ്ങനെ വിഴുന്ന് കടന്നു. അൺകോൺഷ്യസ് ആയി ആ ബുൾ, ആ കാളെ.
അപ്പൊ ആൾക്കാരൊക്കെ ഓരോരുത്തർ വന്നിട്ട്, ഇത് കാലം വേറെയാണ്, ഈ കലിയുഗത്തിലല്ല. ഓരോരുത്തർ വന്നിട്ട് പാവം ആ കാളേനെ ആരും കാണാനില്ല എന്ന് പറഞ്ഞിട്ട്, ഞാൻ പുണ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഈ കാര്യത്തിന്റെ ബലം ആ കാളേന്ന് പോട്ടെ, അത് മരണം ഇപ്പോ മരിക്കാൻ പോകുന്നു. അത് ആ സമയത്തില് ഓരോരുത്തരും വന്നിട്ട് ചെറിയ ഡൊണേഷൻ കൊടുത്തു. എന്ത് ഡൊണേഷനാണ്? നിങ്ങളുടെ കാശ് 100 രൂപയോ 1000 രൂപയോ നോട്ടല്ല, അവരുടെ പുണ്യം അവര് കൊടുത്തു. അവരെല്ലാം വളരെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരിലാണ്, ശാസ്ത്രമൊക്കെ പഠിച്ച് എങ്ങനെയാണ് ഈ ആത്മാവിന് എന്തെങ്കിലും നമുക്ക് കൊടുക്കണം, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കില്ല എനിക്ക് എന്ന് പറഞ്ഞിട്ട്, ഈ പുണ്യം ഞാൻ നിനക്ക് ദാനം ചെയ്യുന്നതാണെന്ന് പറഞ്ഞ് ഓരോരുത്തർ വന്ന് കൊടുത്തു. അവിടെ ഒരു വേശ്യ ഉണ്ടായിരുന്നു, വൺ പ്രോസ്റ്റിറ്റ്യൂട്ട്. അപ്പൊ അദ്ദേഹം ഈ കാളെ കണ്ടിട്ട്, അയ്യോ എനിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ അടുത്ത് ഒന്നില്ലല്ലോ, ഞാനൊരു വലിയ പാപ്പിയാണ്, എന്തെങ്കിലും എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ അത് എൻ്റെ വീട്ടില് ഈ കാര്യം എനിക്ക് എപ്പോഴും ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിന്റെ ഫലം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു. ആ കാളെന്നാകും. കാള മരിച്ചുപോയി. യമലോകത്തില് ആ കാളെ ഇന്റർവ്യൂ ചെയ്യുന്ന യമരാജ്, നിങ്ങളുടെ ഫുള്ള് ക്ലീനായി, നിങ്ങളുടെ പാപികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പോയി, ചെറിയ ഇത് മാത്രമേ ഉള്ളൂ, ഒരു വേശ്യ വന്നിട്ട് നിങ്ങൾക്ക് ആ പുണ്യമൊക്കെ തന്നല്ലേ, അതായത് കൊണ്ട് എല്ലാം മാറി. ഇനി ഒരു ജീവിതം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാൽ മതി, അത് കഴിഞ്ഞ് തിരിച്ചു പോകാന്നുണ്ട്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, ബ്രാഹ്മണനായിട്ട് വീണ്ടും. ഫസ്റ്റ് സുഷർമായിരുന്നു പാപ്പിയായിട്ട് ഉള്ള, പിന്നെ കാളയായി, പിന്നെ വീണ്ടും ആ വേശ്യ കൊടുത്ത ബലം, ആ പുണ്യത്തിനെ കൊണ്ട് ഇദ്ദേഹം വീണ്ടും ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. സുചിനാം ശ്രീമതാം ഗേഹേ യോഗോ ഭ്രഷ്ടോ ബി ജായത്തെ എന്ന് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിലെ പറഞ്ഞിരിക്കുന്നു. ചില ഡിവോഷണൽ സർവീസ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് പൂർത്തിയായിട്ട് ചെയ്യാൻ സാധിച്ചില്ല, അതില് സഫലമടഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇനിയൊരു ജീവിതത്തില് വളരെ നന്നായിട്ടുള്ള പരിവാരത്തില് ജനിക്കും, നല്ല കുടുംബത്തില്. സുചിനാം ശ്രീമതാം, സുചി എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ കുലത്തില് നന്നായിട്ട് അവിടെ നിന്ന് നമുക്ക് പ്രോഗ്രസ് ചെയ്യാം ഈസി ആയിട്ട്. ശ്രീമതാം എന്ന് പറഞ്ഞാൽ നല്ല കാശിരിക്കുന്ന ഫാമിലി, എല്ലാം തഹഞ്ചിരിക്കുന്ന ഒരു ഫാമിലിയിൽ നമുക്ക് ജനിക്കാം. അങ്ങനെ പോലെ ഈ ബ്രാഹ്മണൻ അവിടെ ജനിച്ചു. പക്ഷെ യമരാജ് പറഞ്ഞു, ഇനിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വരം നിങ്ങൾക്ക് ഈ ജീവിതത്തിലെ പൂർവജന്മത്തിന്റെ സ്മരണമൊക്കെ നിങ്ങൾക്കറിയും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ജന്മത്തിൽ അയാൾ ജനിച്ചപ്പോ ആ വേശ്യ ആരാണ് ഇത് നല്ല കാര്യം എനിക്ക് വേണ്ടി ചെയ്തത്, അദ്ദേഹത്തിന് എനിക്ക് കാണണ്ടേ, ആ വേശ്യൻ എന്തെങ്കിലും എനിക്ക് ചെയ്യണ്ടേ, ഇത്ര ഒരു വലിയ ഒരു കാര്യം മുക്തി എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞിട്ട് ആ വേശ്യ തേടിക്കൊണ്ട് പോയി കണ്ടു. വേശ്യന്ന് വയസ്സായി. ആ വേശ്യനെ ചോദിച്ചു, ഞാൻ ആ കാളയാണ് നിങ്ങൾ വന്നിട്ട് തന്നത്, ഞാനാ എപ്പോഴും, ഓ എന്ന് പറഞ്ഞിട്ട് കണക്ഷനായി. ഇങ്ങനെ, എന്താണ് നിങ്ങൾ കൊടുത്തത്, എനിക്ക് അറിയേണ്ടതാണ്. ഞാൻ കൊടുത്തത്, എൻ്റെ കൊടുത്ത് ഒരു തത്തൈ, വാട്ട് യു സേ ഫോർ പാരറ്റ്, തത്തൈ കറക്റ്റ്, കിളി, കിളി എന്ന് പറയും, തത്തൈ പാരറ്റ് ഉണ്ടായിരുന്നു. ആ പാരറ്റ് ഇപ്പോഴും ഉണ്ട്, വയസ്സായി അതിന്. പക്ഷെ അത് ദിവസം ഒരു നന്നായിട്ട് മന്ത്രം പറയും. ആ മന്ത്രത്തെ കേൾക്കുന്നപ്പോ എനിക്ക് ഒരു നല്ല ഒരു സമാധാനം തോന്നും. ദിവസം നാം പല വിധമായിട്ടുള്ള പാപികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ, പാപിഷ്ടനാണ് ഞാൻ. അപ്പൊ ഈ തത്തെ ഈ മന്ത്രമൊക്കെ പറയുന്നപ്പോ എനിക്ക് ഒരു നല്ല ഫീലിംഗ് ആയിരിക്കും, ഞാൻ അങ്ങനെ നിന്ന് കേൾക്കാം. അതിന് എന്തെങ്കിലും ഒരു പുണ്യം ഉണ്ടെങ്കിൽ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അതാണ് ഞാൻ കൊടുത്തത്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്ത്. അപ്പോ തത്ത എന്ത് മന്ത്രമാണ് പറഞ്ഞതെന്ന് ചോദിച്ചു. എനിക്ക് ഇതൊന്നും അറിയില്ല, വേണമെങ്കിൽ തത്തേനടുത്ത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും തത്തേനടുത്ത് പോയി. ആ കേജിനായി തത്തേനെ വയസ്സായി. പക്ഷെ ആ തത്തേനെ ഒരു കണ്ണ് പൊക്കിയിട്ട് ഇങ്ങനെ നോക്കി കേട്ടു, പിന്നെ സംസാരിക്കാൻ തുടങ്ങി ആ തത്തേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വിഷയമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് ശ്രമിച്ച് സംസാരിച്ചു. ഞാൻ മന്ത്രമല്ല പറയുന്നത്, ഞാൻ ഭഗവത്ഗീതാന്റെ 1ാമത്തെ അധ്യായമാണ് ചാൻറ്റിങ് ചെയ്തത്. ഓ, ആ ബ്രാഹ്മണന് മനസ്സിലായി ഭഗവത്ഗീത. ആ സ്ത്രീ, ഞാൻ ഭഗവത്ഗീത കേട്ടിട്ടുണ്ട്, പക്ഷെ എന്നെ കണ്ടിട്ടില്ല, ഒരു പ്രാവശ്യം ഞാൻ പഠിച്ചിട്ടില്ല അത്. പക്ഷെ ഭഗവത്ഗീത ആണല്ലേ 1ാമത്തെ അധ്യായം. നിങ്ങൾ എവിടെ നിന്ന് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ബ്രാഹ്മണൻ ചോദിച്ചു, ആ തത്തയിനടുത്ത്. കേട്ടോ മാഷായി, ഞാനും നിന്റെ പോലെ ഒരു ബ്രാഹ്മണനായിരുന്നു മുമ്പ്. എന്റെ പോലെ ഞാനും ഒരു ബ്രാഹ്മണനായിരുന്നു. നീ പറഞ്ഞല്ലേ കാളയായിട്ട് നീ വീണ്ടും ബ്രാഹ്മണനായി എന്ന് പറഞ്ഞിട്ട്. ഞാനും ഒരു ബ്രാഹ്മണനാ, പക്ഷെ ഭയങ്കര ഗർവം ഉള്ള ബ്രാഹ്മണനായിരുന്നു. വെരി പ്രൗഡ്. പല ആൾക്കാരിന് പലതും നിന്ദം ചെയ്ത് എല്ലാം ഓരോന്നും പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കർമ്മമെല്ലാം വേറെ മാതിരി മാറി. ഞാൻ ഒരു തത്തയായിട്ട് ജനിച്ചു. പക്ഷെ എൻ്റെ അച്ഛനമ്മയും എന്തോ ഒരു വലിയ അറ്റാക്കായി, ഒരു വലിയ പക്ഷി വന്നിട്ട് ചെയ്തപ്പോ ഞാൻ അവിടെ നെസ്റ്റിൽ നിന്ന് താഴെ വീഴുന്നു ഒരു സ്ഥലത്തില്, ആ ചൂട്ട് മണ്ണില്. ഞാൻ അങ്ങനെ മരിക്കാൻ പോകുന്നപ്പോ ഋഷികൾ മുനികളൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നു. അവരെന്നെ കണ്ടു, പാവം ഒരു ചെറിയ തത്ത എന്ന് പറഞ്ഞിട്ട് അവരെ എടുത്തുകൊണ്ട് പോയി. ആശ്രമത്തില് എനിക്ക് കുറച്ച് വെള്ളം അത് ഇതിലൊക്കെ തന്നിട്ട് അവിടെ ഒരു ചെറിയ കേജിലിട്ടു. ഞാൻ അവിടെ ജനിച്ചു. ശരി, ജീവിച്ചു ഞാൻ അവിടെ. അവിടെ വന്നിട്ട് കുട്ടികളൊക്കെ വന്നിട്ട് ഭഗവത്ഗീത പാരായണം നടക്കും. അതുമില്ലാതെ അവർ ദിവസം ഓരോരോ അധ്യായവും പഠിക്കും. 1ാമത്തെ അധ്യായം പഠിക്കുന്നപ്പോ പല മാസങ്ങള് അവര് 1ാമത്തെ അധ്യായം പറഞ്ഞ് എനിക്ക് മനഃപ്പാഠമായത്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ആശ്രമത്തിലെ വീണ്ടും ഓരോരോ അധ്യായം നടക്കുന്ന മുമ്പ് തന്നെ എന്നെ മോഷ്ടിക്കൊണ്ട് എടുത്തുകൊണ്ട് പോയി ഒരാള് ആശ്രമത്തിൽ നിന്ന്. പിന്നെ ഈ വേശ്യ എന്ന കാശിന് വേണ്ടിയിട്ട് വിത്തു. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, എനിക്ക് 1ാമത്തെ അധ്യായം മാത്രം അറിയും. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഋഷിമാരുടെ കൂടെ ഞാൻ ആയിരുന്നെങ്കിൽ 18 അധ്യായം ഫുള്ളായിട്ട് ഞാൻ പഠിച്ചു. ഞാൻ പൂർവ്വജന്മത്തെ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ട് എനിക്കിത് വളരെ എളുപ്പമാണ്. പക്ഷേ അയാൾ മോഷ്ടിച്ചെന്നെ ഇവിടെ നിന്ന് ഈ സ്ത്രീനെ വിത്തു എന്ന്. അതായത് കൊണ്ട് ഞാൻ 1ാമത്തെ അധ്യായം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ ഈ ബ്രാഹ്മണൻ സുശർമ്മ കാളയായിട്ട് ഇപ്പൊ വീണ്ടും ബ്രാഹ്മണനാണ്. അപ്പോ ഈ സ്ത്രീ, ഈ വേശ്യ ഭഗവത്ഗീത ചാൻറ്റിങ് ചെയ്തില്ല. പക്ഷെ ഈ തത്തൈ പറഞ്ഞത് ചാൻറ്റിങ് ചെയ്തത് കേട്ടിട്ട് അവർക്ക് ആ ബലം, അതിനുണ്ടായ ആ പുണ്യം, ആ ബലം, അതാണ് എനിക്ക് തന്നത്. ഇപ്പൊ ആ സ്ത്രീ ആക്ച്വലായിട്ട് ചാൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്താവും? ഇപ്പൊ ഞാനും വന്നിട്ട് 1ാമത്തെ അധ്യായം പറയാം. ഈ തത്തൈനടുത്തും ഈ ബ്രാഹ്മണൻ പറഞ്ഞു, നിങ്ങള് എന്ത് പറഞ്ഞ തിരിച്ചു പോകും വൈകുണ്ഠത്തിന്. ഇപ്പൊ 3 പേരും തിരിച്ചു പോയി 1ാമത്തെ അധ്യായം പറയാൻ തുടങ്ങിയവർ. വീട്ടില് ഈ സുശർമ്മ ദിവസം 1ാമത്തെ അധ്യായം 2, 3 എല്ലാം പറയാൻ തുടങ്ങി. ബ്രാഹ്മണനല്ലേ അയാൾ. ഈ വേശ്യ വന്നിട്ട് 1ാമത്തെ അധ്യായം എടുത്ത് പറയാൻ തുടങ്ങി. വളരെ എളുപ്പമായിട്ട് പറഞ്ഞു. ഈ തത്തയും പറഞ്ഞുണ്ട്. 3 പേരും ചെന്നിട്ട് വൈകുണ്ഠത്തിന് അവസാനം മരണം. ഈ കഥ ശിവ പാർവതീനായിട്ട് പറഞ്ഞു. അപ്പോ നമുക്ക് ഒരു പ്രാവശ്യം ദിവസം എന്തെങ്കിലും ഒരു ശ്ലോകം വായിച്ചെങ്കിൽ എത്ര വലിയ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് എല്ലാവരിനും വേണ്ടിയിട്ട് എന്തുപോലെ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ 1 അല്ല 2, 10 ശ്ലോകങ്ങൾ വായിക്കാൻ ദിവസം മറ്റുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിന് സംവിധാനം എല്ലാം പ്രഭുപാദ് ചെയ്തു കൊടുത്തിരിക്കുന്നു. അതായത് വേണ്ടിയിട്ട് പ്ലീസ് നിങ്ങൾ ഭഗവത്ഗീത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യൂ. അത് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രചാരമാണ്. മറ്റുള്ള ആൾക്കാർക്ക്, എസ്പെഷ്യലി ഇന്ത്യയിലെ പല പേർക്ക് ഭഗവത്ഗീത ശരിയായിട്ട് മനസ്സിലാവില്ല. ഭഗവത്ഗീത ഇരിക്കുന്ന ട്രാൻസ്ലേഷൻസ് ഒക്കെ വായിച്ചെങ്കിലും മായാവാദം മാത്രമേ ഉള്ളൂ അവർക്ക് അറിയില്ല. അത് തെറ്റാണ്, അത് അപരാധമാണ് അങ്ങനെ വിചാരിക്കുന്നത്. ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിന്റെ പുസ്തകം നമ്മൾ കൊടുത്താൽ അതിന്റെ ഭഗവത്ഗീത, അതിന്റെ പർപ്പോട്ടൊക്കെ ആൾക്കാരൊക്കെ വായിച്ചെങ്കിൽ അവർക്ക് ഒരു പുതിയ ജീവിതം തന്നെ കിട്ടും. അവർ തിരിച്ച് ഭഗവാൻ അടുത്ത് പോവും. അതാണ് പ്രഭുപാദിന്റെ പ്ലാൻ.
എല്ലാരും ഇവിടെ നിന്ന് വൈകുണ്ഠമില് അഴിക്കണം എന്ന് പറഞ്ഞിട്ട് വൈകുണ്ഠത്തിന് കൂട്ടിട്ട് പോകണം, ഗോലോക വൃന്ദാവനം കൂട്ടിട്ട് പോകണം എന്നാണ് പ്രഭുപാദന്റെ പ്ലാൻ. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റും, പ്രഭുപാദിനെ സഹായിക്കാൻ പറ്റും, ഭഗവാൻ ചൈതന്യ മഹാപ്രഭു സഹായിക്കാൻ പറ്റും. എല്ലാവരും ഹരിനാമം പറയും, ഭഗവത്ഗീത വായിക്കും എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ എല്ലാവരും അവിടെ ഭഗവത്ഗീതയിലെ പറഞ്ഞിരിക്കുന്ന പോലെ അന്യപ്രിയതരോ ഭൂവി, ഈ ഭുവനത്തില് അങ്ങനെ പോലെ ഒരാള് ഈ ഭഗവത്ഗീത മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ആള് പോലെ പ്രിയപ്പെട്ട ആള് വേറെ ആരും ഇല്ല എന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നില്ലേ. അത് വളരെ എളുപ്പമാണ്. നിങ്ങൾ വലിയതായിട്ട് ഭഗവത്ഗീത പ്രഭാഷണമൊക്കെ കൊടുക്കണ്ട. നിങ്ങൾ പ്രഭുപാദന ഭഗവത്ഗീത അങ്ങോട്ട് എത്തിയാൽ മതി. ഹലോ, എൻ്റെ ഫ്രണ്ട് ആണെന്നല്ലേ ഈ ഭഗവത്ഗീത ഒന്ന് എടുക്ക്, ഇന്ന് ഗീതാ ജയന്തിയാണ് പറഞ്ഞിട്ട് ഇപ്പോഴത്തന്നെ നിങ്ങൾ വിളിക്കൂ. നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അവരെ വിളിക്കൂ, ഓഫീസിൽ ആരെങ്കിലും വിളിക്കൂ, നെയ്ബേഴ്സ് ആരെങ്കിലും അടുത്ത് ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് പറയൂ, ഭഗവത്ഗീത അവർക്ക് കൊടുക്കൂ. നിങ്ങൾക്കാണ് ബെനിഫിറ്റ്, അവർക്കും ബെനിഫിറ്റ്. അവര് വായിക്കാൻ തുടങ്ങും. ഇങ്ങനെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് പറഞ്ഞിരിക്കുന്ന പോലെ നമ്മൾ ചെയ്തെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട്, അത്രത്തോളം നമുക്ക് മനസ്സിലായില്ലെങ്കിലും ഭഗവത്ഗീത ഈ കാര്യം പ്രചാരം നമ്മൾ ചെയ്തു, ഭഗവത്ഗീത അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ ലാഭത്തിനെ കൊണ്ട് നമ്മൾ വളരെ സ്വിഫ്റ്റ് എക്സ്പ്രസ്, ഡബിൾ എക്സ്പ്രസ്, ട്രിപ്പിൾ എക്സ്പ്രസ് സ്പീഡിൽ നമ്മൾ തിരിച്ചു പോകും ഭഗവാനിൽ. ഇതാണ് പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. പാരമ്പര്യയിലെ എല്ലാവരും അത് ശ്രമിച്ച് ചെയ്തിരിക്കുകയാണ്. പാരമ്പര്യയിലെ ഗൗഡിയ വൈഷ്ണവ ഗൗഡിയ വൈഷ്ണവ സമ്പ്രദായത്തിൽ വരുന്ന ആൾക്കാരാണ്. ഇത് സത്യമാണ്, ഇത് നടക്കും. അതിന് വിശ്വാസത്തോടെ നമ്മൾ ഭഗവത്ഗീത വായിക്കണം. അതുമില്ലാതെ നമ്മൾ മറ്റുള്ള ആൾക്കാർക്കൊക്കെ ഭഗവത്ഗീത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓം തത്സത്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കീ. ഭഗവത്ഗീത ജയന്തി മഹോത്സവമുഖി. നിത്തായി ഗുരു പ്രേമാനന്ദേ. ഹരേ കൃഷ്ണ. Thank you, Maharaj. Thank you so much, Maharaj. ഇങ്ങനത്തെ ഹരേ കൃഷ്ണ. കേൾക്കാൻ താല്പര്യമുണ്ട് ഇങ്ങനത്തെ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും മഹാരാജ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ആ സ്ത്രീ കൊടുത്തത്, ആ മാതാജി കൊടുത്തത് മന്ത്രം ചൊല്ലി കൊടുത്തുണ്ടോ, അല്ലെങ്കിൽ എന്താ അങ്ങനെ പറഞ്ഞതൊന്ന് പറഞ്ഞുതരാ പ്രഭുജി? ഹരേ കൃഷ്ണ. അതാണ് ഞാൻ പറഞ്ഞത്. അത് മന്ത്രമാണെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു ആ സ്ത്രീ. പക്ഷെ ആ തത്തൈ വന്നിട്ട് ക്ലാരിഫൈ ചെയ്തത് അത് ഭഗവത്ഗീതയുടെ ആദ്യമായിട്ടുള്ള അധ്യായമാണ് എന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ.